വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാർ, സമൂഹത്തില് ഒരു വിലയില്ലാത്ത ആൾക്കാർ ആരാണ് ഉദ്ദേശിച്ചത്? എല്ലാവരും ഒരുപോലെയാണ് ഞങ്ങൾക്ക്. ലെസ്ബിയൻ കപ്പിൾസിന്റെ റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നു. ഞാൻ എന്റെ വീട്ടിൽ കയറ്റൂല, എന്റെ വീട്ടിൽ വന്നിട്ട് ഏഷ്യാനെറ്റ് ചാനൽ പുറപ്പെടുവിപ്പിക്കുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടിയിലെ ഒരു ഭാഗമാണ് നമ്മൾ കണ്ടത്. ഇതിൽ എന്തൊരു പ്രയോജനമാണ് സമൂഹത്തിനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഡൊണാൾഡ് ട്രംപിന് പോലുമുള്ള സാമാന്യമായ ഒരു വിവരം മിസ്റ്റർ മോഹൻലാലിന് ഇല്ലാതെ പോകാൻ പാടില്ല. കാരണം ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരമൊക്കെ നേടി സമൂഹത്തിലെ വളരെ അത്യുന്നതമായ പദവിയിൽ നിലകൊള്ളുമ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് സംഭവിക്കാൻ പാടില്ല. സ്വന്തമായോ അല്ലെങ്കിൽ മറ്റുള്ളവരോ സാംസ്കാരിക നായകന്മാരായി നിങ്ങളെ അംഗീകരിക്കുന്നുണ്ടാകാം. പക്ഷേ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ എപ്പോഴും സമൂഹത്തിന് നല്ല നല്ല മെസ്സേജുകൾ കൊടുക്കുന്നവരായിരിക്കണം. അല്ലാതെ ഇതുപോലെ ഒരിക്കലും മനുഷ്യർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമങ്ങളും എപ്പോഴും വഴക്കും ബഹളവുമായി നടക്കുന്ന ചില റിയാലിറ്റി ഷോകളിലേക്ക് കടന്നു വന്നുകൊണ്ട് നിങ്ങൾ സമൂഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഒരിക്കലും അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ പാടില്ല മിസ്റ്റർ മോഹൻലാൽ. നിങ്ങൾ വളരെ അത്യുന്നതമായ പദവിയിലേക്ക് നിൽക്കുമ്പോൾ സമൂഹത്തിന് നിങ്ങൾ ഇത് നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ആ സ്ത്രീ അങ്ങനെ പറയുമ്പോൾ അവരെ നിങ്ങൾ എതിർക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വളരെ വാചാലനായി നിങ്ങളുടെ വീട്ടിൽ കയറ്റുമെന്ന് പറയുമ്പോൾ അവർക്കും അതുപോലെ പറയാൻ, അവരുടെ വീട്ടിൽ കയറ്റുകയില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുമുണ്ടല്ലോ. ഇന്ത്യ മഹാരാജ്യം അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും വകവെച്ച്, അഭിപ്രായ സ്വാതന്ത്ര്യം വകവെച്ച് നൽകുന്നുണ്ട്. സമൂഹം അവരുടെ ആ വാക്കുകളുടെ കൂടെ തന്നെ നിലനിൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് മിസ്റ്റർ മോഹൻലാൽ മനസ്സിലാക്കണം, ഒരു ദിവസം നിങ്ങളുടെ മകൻ എങ്ങാനും ഒരു LGBTQ ദമ്പതിയുമായി കടന്നു വന്നുകൊണ്ട് അച്ഛാ ഞങ്ങളെ സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമോ? അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന സമൂഹത്തിന്റെ ഇതുപോലെയുള്ള വിഷയങ്ങളിൽ നിങ്ങൾ കൃത്യമായി കടന്നുകൊണ്ട് നിലപാടുകൾ പറയേണ്ടവരാണ്. നിങ്ങൾ ഒരിക്കലും സമൂഹത്തെ ഇങ്ങനെയുള്ള മോശമായ അവസ്ഥകളിലേക്ക് വലിച്ചിഴയ്ക്കാൻ പാടില്ല.